നമസ്കാരം, ഞാൻ സുവീഷ് ബാബു, ഏജന്റ് പ്രധാന വാർത്തകൾ. ഇരട്ടിക്കടുത്ത് മട്ടണിയിൽ വൻ കഞ്ചാവ് വേട്ട. 10 കിലോ കഞ്ചാവ് മട്ടണി കിഴക്കുംപുറം ജോസിന്റെ വീട്ടിൽ നിന്നും പിടികൂടി. കോൺഗ്രസിന്റെ നിലപാടിൽ UDF-ലെ ഇടതു പാർട്ടികൾ നിരാശരാണെന്ന് MV രാഘവൻ. അഴിമതിയുടെ കാര്യത്തിൽ രഥയാത്ര നടത്താൻ BJP-ക്ക് ധാർമ്മികതയില്ലെന്ന് വൃന്ദ കാരാട്ട്. വിശദമായ വാർത്തകളിലേക്ക്. ഇരട്ടിക്കടുത്ത് മട്ടണിയിൽ വൻ കഞ്ചാവ് വേട്ട. തലശ്ശേരി DYSP ഷൌക്കത്ത് അലിയും സംഘവും നടത്തിയ റെയ്ഡിലാണ് മട്ടണി കിഴക്കുംപുറം ജോസിന്റെ വീടിന് സമീപത്ത് നിന്നും ചാക്കിൽ കെട്ടിയ നിലയിൽ 10 കിലോ കഞ്ചാവ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് മട്ടണിയിലെ KT ജോസിനെ 6 കിലോ കഞ്ചാവുമായി പിടികൂടിയത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരം ലഭിച്ചത്. ഇതേ തുടർന്ന് തലശ്ശേരി DYSP ഷൌക്കത്ത് അലിയും സംഘവും വ്യാഴാഴ്ച 4 മണിയോടെ മട്ടണിയിലുള്ള വീട്ടിലെത്തുകയായിരുന്നു. വീട്ടുമുറ്റത്തിനു സമീപമുള്ള കശുവാവൻ ചുവട്ടിൽ ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ 10 കിലോ കഞ്ചാവ് കണ്ടെടുക്കുകയായിരുന്നു. ആന്ധ്രയിൽ നിന്നുമാണ് കഞ്ചാവ് കിട്ടിയതെന്നാണ് സൂചന. കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുമെന്ന് DYSP ഷൌക്കത്ത് അലി പറഞ്ഞു. തലശ്ശേരി വെച്ച് കിട്ടിയ ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് കടത്തുന്നുണ്ട് എന്ന വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരിയിലെ സ്പെഷ്യൽ സ്ക്വാഡും ഓഫീസേഴ്സും ഈ ജോസിനെ പിടികൂടുകയും ജോസിൽ നിന്ന് സുമാർ 7 കിലോഗ്രാം കഞ്ചാവ് കയ്യോടെ പിടികൂടുകയും ചെയ്തു. പിന്നീട് ജോസിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി, കോടതി ഹാജരായി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിൽ കൂടുതൽ കഞ്ചാവ് വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ വന്ന് അത് ബന്ധപ്പെടുന്നത്. ഇത് ആന്ധ്രയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ആന്ധ്രയിൽ മൊത്തം 17 കിലോ പിടിച്ചിട്ടുണ്ട്. 16 കിലോ സുമാർ 20 കിലോ ഇയാൾ കൊണ്ടുവന്നാണ് കിട്ടിയ വിവരം. അതിൽ 16 കിലോ പിടിച്ചിട്ടുണ്ട്. മറ്റ് കണ്ണികൾ ഇത് ആര് എവിടെ നിന്ന് കൊണ്ടുവരുന്നു, ആരാണ് സപ്ലൈ എന്നുള്ള വിവരങ്ങൾ ഞങ്ങൾ കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. കൂത്തുപറമ്പ് CI സുരേഷ് ബാബു, SP സ്ക്വാഡ് അംഗങ്ങളായ ഹേമരാജ്, വത്സൻ, അജയൻ, വിനോദ്, ശ്രീജേഷ്, ശ്രീജിത്ത്, ലീലാധരൻ, വേണുഗോപാൽ, റജീസ് കറിയ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന കഞ്ചാവാണ് പിടികൂടിയത്. മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ പടപ്പക്കരി കോളനിയിലെ കുടിവെള്ള പദ്ധതി എങ്ങുമെത്തിയില്ല. ലക്ഷങ്ങൾ ചിലവഴിച്ച് 5 വർഷങ്ങൾക്ക് മുൻപ് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയാണ് ഉദ്ഘാടനം പോലും കഴിയാതെ അനാഥമായി കിടക്കുന്നത്. 20ഓളം വരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് കുടിവെള്ള പദ്ധതി വിഭാവനം ചെയ്തത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജനങ്ങൾക്ക് പ്രയോജനമില്ലാതെ നാശത്തിന്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോളനി നിവാസികൾ നിർമ്മിച്ച ഈ കുടിവെള്ള പദ്ധതി കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് സ്ഥലം വാസികൾ പറയുന്നു. കുടിവെള്ളത്തിനായിട്ട് തുടങ്ങിയ പദ്ധതിയാണ്. ഇതുവരെ അത് പൂർത്തീകരിച്ചിട്ടൊന്നുമില്ല. അതിന് ടാങ്കി മേലെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളം കോരിക്കൊണ്ടുപോയിട്ട് എത്രയോ മീറ്റർ അകലെ കൊണ്ടുപോയിട്ട് കഷ്ടപ്പെട്ടിട്ട് കുടിക്കുന്നവരിലുണ്ട്. ഇതിൻ്റെ പണി ഇതുവരെയും പൂർത്തിയായിട്ടൊന്നുമില്ല. മാലിന്യമുക്ത മലയോരം ക്യാമ്പയിൻ ഭാഗമായി പായം ഗ്രാമപഞ്ചായത്തിലെ മാലിന്യം ശേഖരിക്കുന്നവരുടെ ദുരിതാവസ്ഥ ഏജന്റ് പുറം ലോകം എത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് മുൻകൈയെടുത്ത് മാലിന്യം നീക്കം ചെയ്യുന്നവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ കൈമാറി. മാലിന്യമുക്ത മലയോരം ക്യാമ്പയിൻ ഭാഗമായി ഓഗസ്റ്റ് 4-നായിരുന്നു ഉന്മേഷ് പായം റിപ്പോർട്ട് ചെയ്ത വാർത്ത ജനസമക്ഷമെത്തിയത്. 18 വാർഡുകളുള്ള പായം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൗണുകൾ ശുചീകരിക്കുന്നതിനു വേണ്ടി 2 താൽക്കാലിക ജീവനക്കാരെയായിരുന്നു നിയോഗിച്ചത്. മഴയിലും വെയിലും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നിയോഗിച്ച ഏലിയാമ്മ മാത്യു, നിർമ്മല രാജൻ എന്നിവരുടെ ദുരിതങ്ങളാണ് വാർത്തയിൽ ഇടം നേടിയത്. കുറഞ്ഞ കൂലിയും കൂടിയ ജോലിഭാരവും ഒപ്പം മാലിന്യം നീക്കം ചെയ്യാൻ കൈവണ്ടിയോ മറ്റ് സജ്ജീകരണങ്ങളോ ഇല്ല എന്ന വസ്തുതയും വാർത്തയിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സത്വര നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. പഞ്ചായത്ത് കൈവണ്ടി, ഗ്ലൗസ്, മറ്റ് ഉപകരണങ്ങളും വാങ്ങി നൽകിയതായി പായം ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ N രവീന്ദ്രൻ ഏജന്റ് ന്യൂസിനെ അറിയിച്ചു. പായം ഗ്രാമപഞ്ചായത്തിലെ മാടത്തി ടൗണ്, വള്ളിത്തോട് ടൗണ്, കിളിയന്തറ ടൗണ്, കൂട്ടുപാട് ടൗണ്, അതുപോലെ എഴുവൂർ ടൗണ്, തണ്ടോട് ടൗണ് മുതലായവ
ടൗൺ വൃത്തിയാക്കുന്നതിന് വേണ്ടി ശുചീകരണ തൊഴിലാളികൾ 2 ആൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അവർക്ക് ഈ ഗ്ലൗസ്, അതുപോലെ വണ്ടി, അതുപോലെ തൂമ്പ, കത്തി, പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഇപ്പം മേടിച്ചു കൊടുത്ത് അവരെ ഏൽപ്പിച്ച് ഇപ്പം നല്ല രീതിയിൽ തന്നെ ടൗൺ വൃത്തിയാക്കി വരുന്നുണ്ട്. അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ട് ഇപ്പം 2 ആഴ്ചയോളമായി. നിങ്ങളെ ഈ ചാനലിൽ ന്യൂസ് വന്നതിന് ഇപ്പോൾ തന്നെ നമ്മൾ അടിയന്തരമായിട്ട് മേടിക്കേണ്ട സംവിധാനം ഏർപ്പെടുത്തി അവർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം വൃത്തിയാക്കൽ നല്ല വൃത്തി, ടൗണിലെ ശുചീകരിച്ച് നല്ല വൃത്തിയായിട്ടുണ്ട് പഞ്ചായത്തിനകത്ത് തന്നെ. അപ്പോൾ അവരിപ്പം ഇന്നും കൂടി മാർച്ച് ടൗണിൽ പണിയെടുത്തിട്ടാണ് പോയി വണ്ടി ഉപയോഗിച്ചിട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.